ലോകത്തെ ഏറ്റവും അധികം വിശന്നിരിക്കുന്ന ആളുകളുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ? ഈ ലിസ്റ്റിൽ ഇന്ത്യയെ മെച്ചപ്പെടുത്താൻ രൂപീകരിച്ച ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ്. ഗുജറാത്തിലാണ് ഇത് ആദ്യമായി നടപ്പിലാക്കിയത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 അഥവാ NFSA അനുസരിച്ച് ഇന്ത്യയിലുടനീളം ഒരേ റേഷൻ കാർഡുകൾ ഉപയോഗിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. ഈ പദ്ധതി ഇപ്പോൾ 35 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉണ്ട്. ഏകദേശം 77 കോടി ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. ഇത് NFSAയുടെ കീഴിലുള്ള ആളുകളുടെ 96.8%. ഈ പദ്ധതി കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്കും NFSAയുടെ കീഴിൽ വരുന്ന ആളുകൾക്കും ഈ പദ്ധതി വളരെ ഉപകാരപ്രദമാണ്. റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ വിഹിതം രാജ്യത്ത് എവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കഴിയും. റേഷൻ കടകളിൽ വിരലടയാളം അല്ലെങ്കിൽ കണ്ണിന്റെ ചിത്രം ഉപയോഗിച്ച് തിരിച്ചറിയൽ നടത്തും. ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്ന ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കും അതേ റേഷൻ കാർഡ് ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നേടാൻ കഴിയും. അതിന് സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മേരാ റേഷൻ എന്നൊരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്നുകൂടി നോക്കാം. ഇതുവഴി റേഷൻ കാർഡ് ഉടമകൾക്ക് സംസ്ഥാനം മാറിപ്പോയാലും റേഷൻ വാങ്ങാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം. രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടാനുള്ള സൗകര്യം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ റേഷൻ കാർഡോ ആധാർ കാർഡോ ഉപയോഗിച്ച് കുറഞ്ഞ വിലയ്ക്ക് റേഷൻ വാങ്ങാം. ഈ പദ്ധതി ആളുകൾക്ക് എളുപ്പത്തിൽ റേഷൻ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ദൂരെ പോയി ജോലി ചെയ്യേണ്ട സാഹചര്യമാണെന്ന് കരുതുക. മുൻപുള്ള സാഹചര്യത്തിൽ ദൂരെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ വിഹിതം വാങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ലെങ്കിൽ കൂടി സാധാരണ കടകളിൽ നിന്ന് കൂടിയ വില കൊടുത്ത് അരിയും മറ്റ് സാധനങ്ങളുമൊക്കെ വാങ്ങേണ്ടി വരും. നാട്ടിലെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ കൂടി റേഷൻ വിഹിതം ഉപയോഗിക്കാനാകും. എന്നാൽ ഈ പദ്ധതി വഴി ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ വിഹിതം വാങ്ങാം. ചെലവ് കുറയ്ക്കാൻ ഈ പദ്ധതി വലിയ ഉപകാരമാകുമെന്ന് ചുരുക്കം. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. ടെക്നോളജിയുടെ സഹായം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന പോർട്ടൽ വഴിയാണ് റേഷൻ കാർഡ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നത്. റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇപോസ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും. റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ അടുത്തുള്ള കടയിൽ നിന്ന് മാത്രമേ റേഷൻ ഇതുവരെ വാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന മുമ്പത്തെ ബുദ്ധിമുട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി വന്നതോടെ റേഷൻ വിതരണത്തിലെ തട്ടിപ്പുകൾ കുറയുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭക്ഷണം കിട്ടാനുള്ള ബേസിക് ഹ്യൂമൻ റൈറ്റ് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പുതിയ റേഷൻ കാർഡ് എടുക്കേണ്ട ആവശ്യവുമില്ല. 2030 ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഈ പദ്ധതി സഹായിക്കും എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് മെച്ചപ്പെടാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ വിശന്നിരിക്കുന്നവരുടെ എണ്ണം സൂചിപ്പിക്കുന്ന ഈ ലിസ്റ്റിൽ 2024 കണക്കനുസരിച്ച് ഇന്ത്യ 105 സ്ഥാനത്താണുള്ളത്. ഇത് മെച്ചപ്പെടുത്താൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ പരസ്പര ബന്ധം ഉയർത്തുക എന്നതും ഈ പദ്ധതിയുടെ ഉദ്ദേശങ്ങളിലൊന്നാണ്. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ ട്രാൻസ്പെറന്റ് ആയി വിതരണം നടത്തുന്നത് വഴി വ്യാജ റേഷൻ കാർഡുകൾ തടയാൻ കഴിയും എന്ന ഗുണവുമുണ്ട്. ഇതിനായി ആധാർ കാർഡും വിരലടയാളവും ഉപയോഗിക്കുന്നതുകൊണ്ട് തട്ടിപ്പുകൾ കുറയ്ക്കാൻ സാധിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്നവർ, കാർഷിക തൊഴിലാളികൾ, നിർധനരായ പൗരന്മാർ എന്നിവർക്കും ഈ പദ്ധതി ഗുണം ചെയ്യുന്നുണ്ട്. പദ്ധതി ദേശീയ തലത്തിൽ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പദ്ധതിക്ക് വേണ്ടി ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെയും ഈസ് ഓഫ് ലിവിംഗിന്റെയും ഭാഗമായും ഈ പദ്ധതിയെ കണക്കാക്കാം. 2019 കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് പദ്ധതി അവതരിപ്പിച്ചത്. 2020 ജൂൺ ഡിസംബർ മാസങ്ങൾക്കുള്ളിലാണ് ദേശീയ തലത്തിൽ പദ്ധതി പൂർണ്ണമായി വ്യാപിക്കപ്പെട്ടത്. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ഈ പദ്ധതി ഏറെ ഗുണകരമായി മാറുകയും ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി എന്നത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കാനുള്ള ഒരു നല്ല ഇനിഷ്യേറ്റീവാണ്. നിങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഇനി മുതൽ ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റുകൾക്കായി ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.